മുതലപ്പുഴയിൽ കാണാതായ ഷിജുനായി സ്കൂബ ഡ്രൈവർമാർ തിരച്ചിൽ നടത്തിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷം തിരച്ചിൽ അവസാനിപ്പിച്ചു. വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ജോൺ മത്യാസിനായുള്ള കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും തിരച്ചിൽ തുടരുകയാണ്. രജീഷ് നരിക്കനുണ്ട് വിവരങ്ങളുമായി. രജീഷ്, തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴ പല ഭാഗത്തും തുടരുന്നുണ്ട്. തിരച്ചിലിനെ അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഇപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ടോ അതോ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണോ? അനിഷ, തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ 9 ദിവസങ്ങൾക്ക് മുമ്പ് മീൻ പിടിക്കാൻ പോയ 2 പേരെയാണ് കാണാതായത്. ഒന്ന് വിഴിഞ്ഞത്ത് പോയ ആളും ഒപ്പം തന്നെ മറ്റൊരാൾ മുതലപ്പുഴയിൽ നിന്നും പോയ ആളാണ്. മുതലപ്പുഴയിൽ നിന്നായിരുന്നു അനീഷ് മീൻ പിടിക്കാൻ പോയിരുന്നത്. അനീഷിനായുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ മുതൽ 5:30 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. രാവിലെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം പോയി പരിശോധന ആരംഭിച്ചു. അതിനുശേഷം രാവിലെ സ്കൂബ സംഘം എത്തുമെന്ന് പറഞ്ഞെങ്കിലും ഉച്ചയോട് കൂടിയാണ് അവർ എത്തിയത്. അവരും പരിശോധന നടത്തിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് അവരുടെ പരിശോധന 1 മണിക്കൂറിനകം തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. ഈ കല്ലിനിടയിൽ എവിടെയെങ്കിലും കുരുങ്ങിക്കിടക്കുന്നതാണ് വലിയ ഒരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട കുടുംബവും ഒക്കെ പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂബ സംഘം എത്തി പരിശോധന നടത്തിയത്. പക്ഷേ അത് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മോശം കാലാവസ്ഥയ്ക്കും ഉയർന്ന തിരമാലയും കാരണം അവിടെ നിന്നും വേഗത്തിൽ തന്നെ സ്കൂബ സംഘം തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. നാളെ കാലാവസ്ഥ ശരിയായാൽ വീണ്ടും സ്കൂബ സംഘം എത്തി പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ വിഴിഞ്ഞത്തും ഇന്ന് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്ത് കാണാതായ ജോൺ മത്യാസിനോ ആയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നത്. കോസ്റ്റൽ പോലീസിന്റെയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നുണ്ട്. അവിടെയും ഇതുവരെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 2 സ്ഥലങ്ങളിലും നടത്തിയ പരിശോധന നിലവിൽ വിഫലമാണ്. ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ടെങ്കിലും രാത്രിയായി ഇനി പക്ഷേ തിരച്ചിൽ ഉടനെ തന്നെ അവസാനിപ്പിക്കും. നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും 2 പേരെയും കാണാതായിട്ട് 9 ദിവസമായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ ആശങ്ക. തിരുവനന്തപുരത്ത് ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് വലിയ രീതിയിൽ തിരച്ചിലിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. അനിഷ.